ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വേണ്ടത് നമ്മുടെ മാമ്പിയാശാനെയും നമ്മുടെ ആക്കാവള വിഷ്ണുനാരായണനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആനക്കുട്ടി എടുത്താണുള്ളത്. അവരിപ്പോൾ വേണ്ട രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആന ഇരുത്തി പൊടിയടിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റിയത്. അപ്പം ആനക്കുട്ടി ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാമ്പിയാശാൻ്റെ വൈഫ് ഹൗസിലാണ്. നമ്മുടെ ഇക്രു തേണ്ട നമുക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ആ ചായ മേടിച്ച് കൂടി റിക്രൂൻ്റെ ഫോൺ കൊടുത്ത് വിടാം വീഡിയോ എടുക്കാൻ വേണ്ടി. എൻ്റെ ഈ കൈ കൊണ്ട് ചായ വന്നിട്ട് ചായ കുടിക്കാൻ പറ്റത്തില്ല എനിക്ക്, അതറിയത്തില്ലേ. ഇനി എന്നെ വീഡിയോഗ്രാഫർ ആക്കി എന്നുള്ള പേര് വരും. അതെ, ഞാൻ വീട്ടിൽ പോവാത്തതാ. ഈ സൈഡിൽ നിന്ന് പോലും എന്നെ എടുത്തോണ്ട് വരല്ലേ, എൻ്റെ പണി പോവാ. നമ്മുടെ ഇക്രമോൻ്റെ ആന എടുത്തുനിന്ന് എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞ് ചാടിയതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം പണി പോകല്ലെന്നൊക്കെ പറയുന്നുണ്ട് ഇക്രമോൻ. നമ്മുടെ ആനക്കുട്ടിയുടെ രണ്ടാമനായിട്ടുള്ള മിഥുനാണ് ഇപ്പം ആന അടുത്ത് നിന്ന് പൊടി അടിച്ചുകൊണ്ടിരിക്കുന്നത്. എടുക്കണത് നമ്മുടെ ഈ വീഡിയോ ഫുള്ള് എടുത്ത് തരുന്നത് നമ്മുടെ ഇക്രമോനാണ് കേട്ടോ. അപ്പം ഞാനവിടെ സൈഡിൽ മാറി ചായ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇക്രമോനാണ് ഈ വീഡിയോകളെല്ലാം എടുത്തു തരുന്നത്. അപ്പോൾ പൊടിയൊക്കെ അടിച്ച് നമ്മുടെ ആനക്കുട്ടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്തെല്ലാം പരിപാടികളാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പൊടിയെല്ലാം അടിച്ച് ഇനിയിപ്പം അടുത്ത പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആന അഴിച്ച് അവിടെ കുറച്ച് പട്ട കിടപ്പുണ്ട്. ആ പട്ട എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ ആന അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനക്കുട്ടി ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് 1-2 ദിവസം ആയായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് വരാൻ സമയം കിട്ടിയത്. അപ്പോൾ ആനക്കുട്ടി ആശാനം കാണാൻ വേണ്ടി നമ്മൾ കിട്ടിയ സമയത്തിന് ചാടിങ്ങി പോകുന്നു. ഏതാണോ പാനിട്ട പാപ്പ? നമുക്ക് നേരെ ആനക്കുട്ടിയായിട്ട് നേരെ പട്ട എടുക്കാൻ വേണ്ടി പോകാം. പട്ട കിടക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ശകലപ്പുറത്ത് തന്നെയാണ് പട്ട കിടക്കുന്നത്. ലോറി അവിടെ തന്നെ കിടപ്പുണ്ട്. ലോറി അടുത്താണ് പട്ട കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ആനക്കുട്ടിയായിട്ട് പോകുന്നത്. ആനക്കുട്ടി പട്ട എടുത്തുകൊണ്ട് വരുന്ന ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. തൃപ്പൂണിത്തുറയൊക്കെ 8 ദിവസ ഉത്സവത്തിനും ആനക്കുട്ടി പട്ട എടുത്തുകൊണ്ട് വരുന്ന വീഡിയോകൾ ഒരുപാട് വൈറലായിട്ടുള്ളതാണ്. അപ്പം അതൊരു ഭംഗി തന്നെയാണ് ആന പട്ട എടുത്തുകൊണ്ട് വരുന്നതാണ്. നമ്മുടെ മേളിൽ നമ്മുടെ മിഥുനാണ് ആനയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാൻ ഇങ്ങനെ കൂടെ നടക്കുന്നേ ഉള്ളൂ ഒരു പേരിന്. തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിനൊക്കെ ആനക്കുട്ടി പട്ട എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോവും. കാര്യം ബാക്കിയുള്ളവരെ ആനയും ഇതുപോലെ പട്ട എടുത്തുകൊണ്ട് വരത്തില്ല. അവിടെ ഒരുപാട് വണ്ടികളും കാറുകളും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എന്നാലും ഒരു വണ്ടിയെപ്പോലും മുട്ടാതെ, ഒരു ബൈക്ക് പോലും മറിഞ്ഞു വീഴാതെ അത്ര നന്നായിട്ടാണ് നമ്മുടെ ആനക്കുട്ടി പട്ട എടുത്തുകൊണ്ട് വരുന്നത്. അതിൻ്റെ ഒരുപാട് വീഡിയോകൾ ഇറങ്ങാറുമുണ്ട് എല്ലാ വർഷവും. അപ്പോൾ പട്ട കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ അടുത്ത എന്തെല്ലാം പരിപാടികളെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ നേരെ നമ്മൾ വേണ്ട വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ആനക്കുട്ടിയും കൊണ്ട് വന്നത്. അപ്പം വെള്ളം കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്, അത് ഏതായാലും നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആനക്കുട്ടിയുടെ കാലുകളൊക്കെ കഴുകി നല്ല വൃത്തിയാക്കുവാണ് കേട്ടോ. നടയമരമൊക്കെ നല്ല വരേക്ക് കഴുകി വൃത്തിയാക്കി വേണം ആനയെ കൊണ്ട് കെട്ടാൻ വേണ്ടി. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പോൾ പാദരോഗം എന്ന് പറഞ്ഞൊരു അസുഖം വല്ലാതെ കൂടുതലാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആനകൾക്കും പാദരോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഡെയിലി ആനയുടെ കാലും കൈയൊക്കെ വൃത്തിയാക്കി, കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും തറച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതല്ലേ, അപ്പം ഈ കല്ല് കുത്തി കയറും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡെയിലി ആനയുടെ നടയമരൊക്കെ പൊക്കി നോക്കുന്നത്. അപ്പോൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് വേണ്ടത് ആനയെ നേരെ കെട്ടാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.